രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയായ വിഷയമാണ് വന്ദേമാതരം. സ്വാതന്ത്ര്യദിന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. സംസ്ഥാനത്തും പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ വിഷയത്തിൽ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു ജനം ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോഴിതാ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നിന്ന് വന്ദേമാതരം ഒഴിവാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ദേശീയഗാനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ച ശേഷം ദേശീയഗാനം ആലപിക്കുകയും തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ വന്ദേമാതരത്തിന് മാത്രം പരിപാടിയിൽ ഇടം നൽകിയില്ല. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ വന്ദേമാതരം ആലപിച്ചില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസിനുള്ളിലും ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവും ഇതുവരെ പിൻവലിച്ചിരുന്നില്ല. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടെന്ന നിലപാടായിരുന്നു മന്ത്രിമാർ സ്വീകരിച്ചത്. ദേശഭക്തി ഗാനമായി ഉയർത്തപ്പെട്ട വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചില്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഈ ആശങ്കകളെല്ലാം മറികടന്നാണ് വന്ദേമാതരം സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതോടെ UDF സർക്കാരിന്റെ നയവും നിലപാടും കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളും ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതുപോലെ വന്ദേമാതരത്തോടൊപ്പം UDF സർക്കാരിന്റെ നയം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ UDF സർക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു സംഘപരിവാറുമായുള്ള ബന്ധം. സർക്കാരിന്റെ പല തീരുമാനങ്ങളും പല വിഷയങ്ങളിലെ നിലപാടുകളും ഈ ആരോപണങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷമടക്കം പലതവണ ഈ വിഷയമുയർത്തി മുഖ്യമന്ത്രി VD സതീശനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഏറെ വിവാദമായ വന്ദേമാതര വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ആ വിമർശനങ്ങൾക്ക് മറുപടിയാകുമോ എന്ന ചോദ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനിടയിലും അത് സംസ്ഥാനത്തെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഉൾപ്പെടുത്താതിരുന്നത് സംഘപരിവാറിന് മുന്നിൽ സർക്കാർ അടിയറവ് വെച്ചിട്ടില്ലെന്ന സന്ദേശം നൽകാനുള്ള രാഷ്ട്രീയ നീക്കമാണോ എന്ന ചർച്ചയും ശക്തമാണ്. അതേസമയം കേരളത്തിലും BJP നേതാക്കൾ ഒഴികെ CPM, UDF, ലീഗ് നേതാക്കൾ ഉൾപ്പെടെ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ്. മാത്രമല്ല വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നത് RSSന് അടിയറവ് വെക്കുന്നതിന് തുല്യമാകുമെന്ന വിമർശനവും പ്രതിപക്ഷ നേതാവടക്കം പലതവണ ഉയർത്തിയിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. സ്വാതന്ത്ര്യദിനത്തിൽ സർക്കാർ നയം വ്യക്തമാവുമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഇപ്പോൾ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നിന്ന് വന്ദേമാതരം ഒഴിവാക്കിയതോടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സർക്കാരിന്റെ നിലപാട് തന്നെയാണ് വ്യക്തമായിരിക്കുന്നതെന്നാണ് ഒരു ഭാഗം അഭിപ്രായപ്പെടുന്നത്. അധികാരത്തിലെത്തിയതിന് പിന്നാലെ വിവിധ വിഷയങ്ങളിൽ സർക്കാർ നേരിടുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്കിടയിൽ ഈ തീരുമാനം UDFന് തങ്ങളുടെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിക്കാട്ടാനുള്ള അവസരമായി മാറിയിരിക്കുകയാണ്. സംഘപരിവാറിന് അടിമപ്പെട്ടു എന്ന ആരോപണങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും മറുപടി നൽകാനും ഈ നടപടി സർക്കാരിനെ സഹായിച്ചേക്കും. എന്തായാലും വന്ദേമാതരം സംബന്ധിച്ച കേന്ദ്ര നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന്റെ നിലപാടും തമ്മിലെ ഈ വൈരുദ്ധ്യം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. വന്ദേമാതരം ഒഴിവാക്കിയ തീരുമാനം താൽക്കാലിക രാഷ്ട്രീയ ചർച്ചയ്ക്ക് മറുപടിയാവുമെങ്കിലും വരും ദിവസങ്ങളിലെ മറ്റ് വിഷയങ്ങളിലെ സർക്കാർ തീരുമാനങ്ങളായിരിക്കും VD സതീശൻ സർക്കാരിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ദിശ എന്താണെന്ന് കൂടുതൽ വ്യക്തമായി തെളിയിക്കുക. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യദിനത്തിൽ നയം പുറത്തു വന്നോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു മറുപടി ലഭിച്ചെങ്കിലും ആ നയം എത്രത്തോളം തുടരുമെന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.